മുല്ലപ്പള്ളിക്ക് മേൽ സമ്മർദ്ദം ശക്തമാകുന്നു. വടകരയിൽ ദുർബല സ്ഥാനാർത്ഥി പാടില്ലെന്ന ആവശ്യവുമായി മലബാറിലെ മറ്റ് UDF സ്ഥാനാർത്ഥികൾ. ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മറ്റു മണ്ഡലങ്ങളിലെ പ്രകടനത്തെ ബാധിക്കുമെന്ന ആശങ്ക. വടകരയിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് ആവശ്യം. ഇക്കാര്യം സ്ഥാനാർത്ഥികൾ KPCC AICC നേതൃത്വത്തെ അറിയിച്ചു. നിലവിൽ പരിഗണിക്കുന്ന പേരുകൾ ദുർബലമെന്ന് പരാതി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. അതിനു മുമ്പ് ആ വാക്കുകളിലേക്ക് ആദ്യം. The seats from Kerala, 12 seats were cleared and we have already made the announcement. The remaining seats are yet to be decided, and the moment we take a decision on them, we will make it. I won't be telling you the time today, tomorrow or anything like that, but we are in the process of finalizing, and the moment we finalizing, certainly without losing any time, we will make the announcement. മുകുൾ വാസനിക്കിന്റെ വാക്കുകളാണ് നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള കാര്യങ്ങളാണ് കേട്ടത്. ഏതായാലും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഇത്തരത്തിൽ വലിയ കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വടകരയിൽ ദുർബല സ്ഥാനാർത്ഥിയെ പാടില്ല, അവിടെ മുല്ലപ്പള്ളി മത്സരിക്കണം എന്ന രീതിയിലുള്ള ഒരു ആവശ്യം മറ്റ് മലബാർ മണ്ഡലങ്ങളെ UDF സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് സമഗ്രമായ വിവരങ്ങളുമായി. സന്തോഷ്, ഒരു വശത്ത് സ്ഥാനാർത്ഥി നിർണയം എങ്ങും എത്താത്ത ഒരു അവസ്ഥ, 4 മണ്ഡലങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഒടുവിൽ ഏകദേശ ധാരണയായി എന്ന് അറിയാൻ കഴിയുന്നു. ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തത്തിന് മുന്നിൽ I ഗ്രൂപ്പ് വഴങ്ങിയെന്നറിയാൻ കഴിയുന്നു. സിദ്ദിഖ് വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യത അറിയുന്നു. മറ്റു ധാരണകളൊക്കെ ഏകദേശമായി എന്നറിയുന്നു. വടകരയിൽ ദുർബല സ്ഥാനാർത്ഥി പാടില്ല എന്നൊരു ആവശ്യം, മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന സമ്മർദ്ദമുയർന്നു. എന്താണ് സമഗ്രമായ വിവരങ്ങൾ? മനു, കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഏറ്റവും നിർണായക മണ്ഡലമായി കരുതപ്പെടുന്ന വയനാടിനെ ചൊല്ലിയുള്ള തർക്കം വളരെ രൂക്ഷമായിരുന്നു. ഇപ്പോൾ വടകരയിൽ പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് പോകുന്നത്. വടകരയിൽ സജീവ് മാറോളി, പ്രവീൺ കുമാർ തുടങ്ങിയവരുടെ പേരുകളൊക്കെ സജീവമായി വന്നിരുന്നു. ഇതിൽ പ്രവീണിന്റെ പേരാണ് A വിഭാഗത്തിൻ്റെതായി ഏറ്റവും ശക്തമായി ഏറ്റവും അവസാനം സാധ്യതാ പട്ടികയിൽ വന്നത്. I ഗ്രൂപ്പ് വിഭാഗത്തിന് കൂടി താല്പര്യമുള്ള പേര് എന്ന രീതിയിലേക്ക് വടകരയിൽ പ്രവീണിനെ നിർത്താൻ നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധം വളരെ ശക്തമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോഴിക്കോടിലെയും കണ്ണൂരിലെയും പാർട്ടി പ്രവർത്തകരടക്കം ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നു. ദുർബല സ്ഥാനാർത്ഥിയാണ് പ്രവീൺ. ജയരാജനെതിരെ പ്രവീണിന് ഒരു UDFന് സ്ഥാനാർത്ഥിയായി നിൽക്കാനോ ജയിക്കാനോ പ്രചാരണം നടത്താൻ പോലോ കഴിയില്ല എന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് MK രാഘവൻ അടക്കമുള്ള കണ്ണൂരിലെ സ്ഥാനാർത്ഥി സുധാകരൻ അടക്കമുള്ളവർ ഈ പ്രതിഷേധം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാലും പ്രതിഷേധത്തിനൊടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കണം എന്ന തരത്തിലുള്ള സമ്മർദ്ദവുമേറുന്നു. വിവിധ ഘടകകക്ഷികളെ കൊണ്ട് ഹൈക്കമാൻഡിന് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മുല്ലപ്പള്ളിയെ വീണ്ടും വടകര സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമവും കോൺഗ്രസിനുള്ളിൽ ഈ ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. AI ഗ്രൂപ്പ് സംയുക്തമായി നടത്തുന്ന ഒരു നീക്കമാണ് എന്നാണ് ഇത് മുല്ലപ്പള്ളി കരുതുന്നത്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചപ്പോൾ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ മത്സരിപ്പിച്ച് ഡൽഹിയിലേക്ക് തിരികെ അയക്കുക എന്നൊരു ഗ്രൂപ്പുകളുടെ ആവശ്യമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കൾ മത്സരിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയ ലെവലിലേക്ക് എത്തുന്നു. വടകരയിൽ ഒരു കൃത്യമായ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുല്ലപ്പള്ളി തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായി വരണം എന്ന് AI ഗ്രൂപ്പുകൾ സംയുക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമേറുന്നു. ഹൈക്കമാൻഡിന് ഫാക്സായും സന്ദേശങ്ങളായും കോഴിക്കോടിലെയും കണ്ണൂരിലെയും പല നേതാക്കളും നിലവിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വാളിച്ചു പറ്റിയെന്നും മുല്ലപ്പള്ളിയെ നിർത്തണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഹൈക്കമാൻഡിന് സമീപത്തേക്ക് നേതാക്കൾ എത്തി തുടങ്ങുകയാണ്. ഒപ്പം തന്നെ വടകരയിൽ നിന്ന് മാറി വയനാട്ടിലേക്ക് വന്ന ഏറ്റവും കൂടുതൽ തർക്കം നിലനിന്ന സ്ഥലമായിരുന്നല്ലോ വയനാട്. ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തം T സിദ്ദിഖിന് വേണ്ടി. ഒടുവിൽ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ I ഗ്രൂപ്പ് വഴങ്ങി എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ടല്ലോ സന്തോഷ്. T സിദ്ദിഖ് തന്നെ വടകരയിൽ മത്സരിക്കാൻ ധാരണയായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അടൂർ പ്രകാശ് ആറ്റിങ്ങലിലും ഷാനിമോൾ പക്ഷേ തീർച്ചയായും ഏറ്റവും അവസാനം ഈ വയനാടുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം അതാണ്. A ഗ്രൂപ്പിന് പിന്നിൽ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ പിടിവാശിക്ക് മുമ്പിൽ I ഗ്രൂപ്പും മുല്ലപ്പള്ളി അടക്കമുള്ളവരും കീഴടങ്ങിയിരിക്കുന്നു. T സിദ്ദിഖിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുക, അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ അംഗീകരിക്കില്ല എന്ന ഉമ്മൻചാണ്ടിയുടെ നിർബന്ധം അംഗീകരിക്കപ്പെട്ടു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അല്പസമയം മുമ്പ് T സിദ്ദിഖ് ഇവിടെ മുല്ലപ്പള്ളിയുടെ വസതിയിലെത്തി. അദ്ദേഹത്തെ കണ്ടു. കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു. ഇപ്പോഴാണ് T സിദ്ദിഖ് മുല്ലപ്പള്ളിയുടെ വസതിയിൽ നിന്നും തിരിച്ചു മടങ്ങിയത്. സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ ആയതുകൊണ്ടാണ് T സിദ്ദിഖ് വന്ന് മുല്ലപ്പള്ളിയെ കണ്ടതെന്നാണ് സൂചന. സിദ്ദിഖ് പക്ഷേ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ 2 ദിവസമായി ഉമ്മൻചാണ്ടി T സിദ്ദിഖിന് വേണ്ടി വാശി പിടിച്ചൊരു മണ്ഡലമാണ് വയനാട്. വയനാട് ഒരു സുരക്ഷിത മണ്ഡലം ആയതുകൊണ്ട് തന്നെ I ഗ്രൂപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇന്ന് രാവിലെ മുല്ലപ്പള്ളി
മുല്ലപ്പള്ളി വസതിയിൽ നടന്ന ഈ കൂടിയാലോചനയിലും യോഗത്തിൽ പോലും നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറി. വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചാൽ പ്രതിഷേധം ഉമ്മൻചാണ്ടി അറിയിച്ചു. സീറ്റ് വിട്ടു നൽകാനാകില്ല എന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. പക്ഷേ ടി സിദ്ദിഖിന് സീറ്റ് നൽകിയേ മതിയാവുകയുള്ളൂ എന്ന് ഉമ്മൻചാണ്ടി നിർബന്ധം പിടിക്കുകയും അവസാനം ആ യോഗത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇറങ്ങിപ്പോകേണ്ടിയും വന്നു. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതിനുശേഷം AICC ആസ്ഥാനത്തെത്തിയ മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടിയും പിന്നീട് മുഗൾ വാസ്നിക്കുമായി ചർച്ച നടത്തി. മുല്ലപ്പള്ളി മുഗൾ വാസ്നിക്ക് പ്രത്യേകം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വയനാട് ടി സിദ്ദിഖ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. മുഗൾ വാസ്നിക്ക് പോലും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴും ഈ ലിസ്റ്റ് അന്തിമമായിട്ടില്ല, ചർച്ച നടക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോഴുള്ള ഒരു ഏകദേശ ധാരണ ഇങ്ങനെയാണ്. പ്രഖ്യാപിക്കാത്ത ആറ്റിങ്ങൽ സീറ്റിൽ അടൂർ പ്രകാശ് മത്സരിക്കും, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കും, വടകരയിലാണ് ഒരു പ്രവീൺ AICC സെക്രട്ടറിയുടെ പ്രവീണിന്റെ പേര് ഉയർന്നു വരുന്നത്. പക്ഷെ ദുർബല സ്ഥാനാർത്ഥിയാണെന്ന പ്രതിഷേധം ശക്തമായിരിക്കുന്നു. വയനാട് ടി സിദ്ദിഖ് മത്സരിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു ഏകദേശ ധാരണ. പക്ഷേ ഈ ധാരണ തന്നെ അന്തിമമായി AICC പ്രഖ്യാപിക്കുമെന്ന് പറയാനായില്ല. കാരണം ഇത്തരത്തിലാണ് ധാരണ എന്ന് പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ വളരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ നിന്ന്, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഉയർന്നു വരികയാണ്. അത് ഹൈക്കമാൻഡിന് അത്ര വേഗം തള്ളിക്കളയാനുമാകില്ല. സന്തോഷം. അതായത് ഇനിയിപ്പോൾ വടകരയിൽ മുല്ലപ്പള്ളിയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമാകണം. കാരണം ദുർബല സ്ഥാനാർത്ഥി എന്ന പരിവേഷം പ്രവീൺ അവിടെ പരിഗണിച്ചവർക്കെതിരെ എല്ലാം ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ മുല്ലപ്പള്ളിക്ക് മേൽ സമ്മർദ്ദം വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീർപ്പ് വന്നതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കഴിയൂ. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണോ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കുന്നത്? മനു, സാധ്യതകൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു പ്രധാന പ്രശ്നമായി ഉള്ളത് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ എന്നിവർ മത്സരിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് അനുമതി നൽകിയിരുന്നു. അന്ന് ഏറെ ചർച്ചയായിരുന്നു ഈ വിഷയം. മുല്ലപ്പള്ളി തന്നെ പിന്നീട് പറയുകയും ചെയ്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് പോലും അദ്ദേഹത്തോട് മത്സരിക്കണം എന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ചുമതലകളുണ്ട്. അതുകൊണ്ട് തനിക്ക് ഡൽഹിയിലേക്ക് വീണ്ടും മടങ്ങാനാകില്ല, വടകരയിൽ മത്സരിച്ച് MP ആയി വരുന്ന ചുമതല കൂടി വഹിക്കാനാകില്ല എന്നന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കിയിരുന്നതാണ്. അതിനുശേഷം പിന്നീട് ഹൈക്കമാൻഡ് അതിന് അനുമതി നൽകിയെന്നാണ്, മത്സരിക്കേണ്ടതില്ല എന്ന അദ്ദേഹത്തിന്റെ തീരുമാനത്തെ അംഗീകരിച്ചു എന്നാണ് പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞിരിക്കുന്നു. വടകരയിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ പ്രശ്നമായി AI ഗ്രൂപ്പുകൾ ഉയർത്തുന്നു. അത് മുല്ലപ്പള്ളിക്കെതിരെയുള്ള ഒരു നീക്കം കൂടിയാണ്. മുല്ലപ്പള്ളി അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തുക, തുടർന്ന് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക, അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ സജീവം വന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പേര് വീണ്ടും വടകരയിലേക്ക് ഉയർന്നു വരുന്നത്. പക്ഷെ അത് മുല്ലപ്പള്ളിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രതിരോധത്തിൽ തന്നെയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മത്സരിപ്പിക്കാനുള്ള സമ്മർദ്ദം ശക്തമാണ്. ശരി, സന്തോഷ് സാർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിസന്ധികളിലേക്ക് കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വയനാട്ടിൽ ഏകദേശ ധാരണയാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വടകരയിൽ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. വടകരയിൽ നിലവിൽ പരിഗണിക്കപ്പെടുന്ന പേരുകളൊക്കെ ദുർബലമായ ആളുകളാണ്. P ജയരാജനെതിരെ മത്സരിക്കാൻ അവർ പോരാ, അതുകൊണ്ട് തന്നെ ശക്തമായ സ്ഥാനാർത്ഥി വേണം, അത് മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സമ്മർദ്ദമായി ഹൈക്കമാൻഡിന് മുന്നിലെത്തുന്നു. പക്ഷേ ഇത് തന്നെ കൊടുക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് മുല്ലപ്പള്ളിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം അവിടെ മത്സരിപ്പിച്ച് തന്നെ KPCC അല്ലെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നൊരു ലക്ഷ്യവും ആ ഒരു നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് മുല്ലപ്പള്ളിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും മുല്ലപ്പള്ളിയുടെ നീക്കങ്ങൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വയനാടിന്റെ കാര്യത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ പിടിവാശിക്ക് മുന്നിൽ ഏകദേശ ധാരണ വന്നിരിക്കുന്നു. I ഗ്രൂപ്പ് വഴങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അവിടെ ടി സിദ്ദിഖ് മത്സരിക്കാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ വടകരയിലെ സ്ഥാനാർത്ഥി ആരെന്നായിരിക്കും ഇനിയുള്ള ചർച്ചകൾ. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്കെതിരെ വിമർശനവുമായി VM സുധീരൻ. കോൺഗ്രസിലെ ഗ്രൂപ്പ് അതിപ്രസരം ജനങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നുവെന്നും തർക്കവും വടംവലിയും നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മടുപ്പിക്കുന്ന രീതിയിൽ ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശലും ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടു പോകുന്നതിൽ, കാലതാമസം എടുക്കുന്നതിൽ, അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
സ്ഥാനാർത്ഥി നിർണയത്തിൽ വൈകിട്ടോടെ തീരുമാനമുണ്ടാകുമെന്നാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ, വയനാട് സീറ്റുകളിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. ധാരണയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഉണ്ടാകാൻ എന്തെങ്കിലും സീരിയസ് ആയ വലിയ പ്രശ്നം വേണ്ട. ഹൈക്കമാൻഡ് ഞങ്ങൾ അന്ന് തന്നെ വിട്ടല്ലോ. 4 സീറ്റ് ഹൈക്കമാൻഡ് വിട്ടു എന്ന് പറഞ്ഞില്ലേ? ആ തീരുമാനം ഇന്ന് അനൗൺസ് ചെയ്യും കേട്ടോ. UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെതിരെ പ്രതിഷേധവുമായി കോട്ടയത്ത് വിമതനായി കോൺഗ്രസ് നേതാവ് മത്സരിക്കും. കോൺഗ്രസ് കാണക്കാരി മണ്ഡലം സെക്രട്ടറിയും ജോർജ് മരങ്ങോലിയാണ് വിമതരായി രംഗത്തെത്തുന്നത്. INTUC കടുത്തുരുത്തി ബ്ലോക്ക് മുൻ ജനറൽ സെക്രട്ടറിയായ ജോർജ് മരങ്ങോലി സമ്മർദ്ദമുണ്ടായാലും പിന്മാറില്ലെന്നും അറിയിച്ചു. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ അലയൊലികൾ ഇപ്പോഴും തീരുന്നില്ല. കഴിഞ്ഞ ദിവസം UDF നേതൃയോഗമടക്കം കോട്ടയത്ത് ചേർന്നിരുന്നു. തോമസ് ചാഴിക്കാടനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രചരണ രംഗത്ത് ഇറങ്ങും എന്നടക്കമുള്ള ചില തീരുമാനങ്ങളായിരുന്നു നേതൃയോഗം കൈക്കൊണ്ടതെങ്കിൽ താഴെ തട്ടിൽ ഇത് സംബന്ധിച്ച വലിയ തരത്തിലുള്ള എതിരെയുള്ള വികാരങ്ങളാണ് അണികളിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ INTUC നേതാവുമായിട്ടുള്ള ജോർജ് മരങ്ങോലി അടക്കം ഇപ്പോൾ വിമതനായി രംഗത്ത് വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഒരു മത്സരരംഗത്തേക്ക് വരാനുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലുണ്ടായിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത, അതുപോലെ തന്നെ അതിനെ പ്രതിഷേധിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ സപ്പോർട്ടോടെ ഞാൻ മത്സരിക്കുന്നത്. ഈ പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ്? UDF-നകത്തുള്ള പ്രതിഷേധമാണോ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുള്ള പ്രശ്നമാണോ, അതൊക്കെ ഈ സീറ്റ് നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രതിഷേധമാണ്? എന്താണ്? സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ കാലം മുതൽ ഇടുക്കിയിൽ, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏറ്റവും അവസാനം കേരള കോൺഗ്രസ് ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലൂടെ തോമസ് ചാഴികാടന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് അർഹതപ്പെട്ട പലരും ഉണ്ട്, അവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഞങ്ങൾ പ്രതികരിക്കാനുള്ള ശേഷി നമുക്കുണ്ട് എന്ന് ഇവരൊന്നും മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ UDF പ്രഖ്യാപിച്ചുള്ള സ്ഥാനാർത്ഥിയെ നിങ്ങൾ യാതൊരു തരത്തിൽ അംഗീകരിക്കുന്നില്ല എന്നാണ്? തീർച്ചയായിട്ടും. എന്താണത്? 2 പ്രാവശ്യം അസംബ്ലി ഇലക്ഷനിൽ നിന്ന് തോറ്റ ഒരാളെ വീണ്ടും ലോക്സഭയിലോട്ട് മത്സരിപ്പിക്കാൻ അതൊരു അത്ര പ്രായോഗികമായ കാര്യമല്ലത്. അതിനകത്ത് പല ജനവിഭാഗങ്ങളും, അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിൽക്കുന്ന നിഷ്പക്ഷമായ കുറേ വോട്ടർമാരുണ്ട്. അവരുടെയൊക്കെ എല്ലാം വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നത്, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഇപ്പോൾ താങ്കൾ കോൺഗ്രസ് പ്രവർത്തകനാണ്, അതുകൊണ്ട് വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ താങ്കൾ ഒരുപക്ഷെ പിന്മാറി തോറ്റുക എന്നല്ല, പരാജയത്തോട് അല്ലെങ്കിൽ താങ്കൾ പിന്മാറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാകും. എന്തായാലും കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ വളരെ രൂക്ഷമായി മാറിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ജോർജ് മരങ്ങോലി അടക്കം മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും എന്ത് സമ്മർദ്ദം ഉണ്ടായാലും പിന്മാറില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റുമാനൂരിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരോടൊപ്പം TP പ്രശാന്ത്. സ്ഥാനാർത്ഥി പട്ടിക ചൊല്ലി BJP-യിൽ പൊട്ടിത്തെറിക്ക് കളമൊരുങ്ങുന്നു. പട്ടികയിൽ വീണ്ടും മാറ്റങ്ങൾ. K. സുരേന്ദ്രൻ ആറ്റിങ്ങലിലും, അൽഫോൺസ് കണ്ണന്താനം കൊല്ലം, ടോം വടക്കൻ എറണാകുളം എന്നിവരാണ് പരിഗണനയിൽ. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച പട്ടികയിൽ K. സുരേന്ദ്രനും കണ്ണന്താനവും കടുത്ത അതൃപ്തിയിലാണ്. തന്റെ അതൃപ്തി കണ്ണന്താനം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് BJP. സീറ്റിനായി രംഗത്തുണ്ടായിരുന്ന K. സുരേന്ദ്രൻ, അൽഫോൺസ് കണ്ണന്താനം എന്നിവരെ യഥാക്രമം ആറ്റിങ്ങൽ, കൊല്ലം എന്നീ മണ്ഡലങ്ങളിലേക്ക് പരിഗണിച്ചതോടെ പാർട്ടിയിൽ പോരുമുറുകി. പത്തനംതിട്ടയ്ക്ക് പിന്നാലെ തൃശൂർ മണ്ഡലവും കിട്ടില്ലെന്നായതോടെ K. സുരേന്ദ്രന്റെ പ്രതിഷേധം കടുത്തു. 2-ൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നാണ് സുരേന്ദ്രന്റെ നിലപാട്. പത്തനംതിട്ടയില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനവും നിലപാടെടുത്തു. പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പിടിമുറുക്കിയിട്ടുണ്ട്. സീറ്റിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ആരും പ്രതിഷേധിക്കില്ലെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. തൃശൂർ സീറ്റിന്റെ കാര്യത്തിൽ തുഷാർ, അമിത്ഷാ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ, MT രമേശ് എന്നിവരും സ്ഥാനാർത്ഥികളാകില്ല. ഇഷ്ടസീറ്റ് ലഭിക്കാത്തതിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ശോഭാ സുരേന്ദ്രനും MT രമേശും മത്സരിക്കാത്തത്. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് പാർലമെന്ററി ബോർഡ് നാളെ ചേരൂ. യോഗത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള ചരിത്രത്തിലെ മാറുമറയ്ക്കൽ പ്രക്ഷോഭം അടക്കമുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കിയ NCERT പാഠപുസ്തകത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നു. സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ പാഠപുസ്തകങ്ങളുടെ കാര്യത്തിൽ അനുവദിച്ചു കൊടുക്കരുതെന്ന് ഡോക്ടർ രാജൻ ഗുരുക്കൾ. CBSE 9ാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിലെ 70 പേജുകളാണ് NCERT ഒഴിവാക്കിയിരിക്കുന്നത്.
ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് എന്ന പാഠപുസ്തകത്തിൽ നിന്നാണ് കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭങ്ങൾ പ്രതിപാദിക്കുന്ന പാഠഭാഗം നീക്കം ചെയ്തിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നടന്ന നിർണായക മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് ഇതിൽ നിർണായകം. CBSE 9ാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിലെ 70 പേജുകളാണ് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാനും ഒപ്പം തമിഴ്നാട്ടിലെ നാടാർ സമുദായത്തിന്റെ എതിർപ്പും പരിഗണിച്ചാണ് നടപടിയെന്നാണ് NCERTയുടെ വിശദീകരണം. വിദ്യാർത്ഥികൾക്ക് ചരിത്ര അവബോധമുണ്ടാക്കുന്നതിനാണ് ഓരോ നിർണായക സമരങ്ങളും പ്രക്ഷോഭങ്ങളും പാഠഭാഗമാക്കുന്നത്. എന്നാൽ സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ പാഠപുസ്തകങ്ങളുടെ കാര്യത്തിൽ അനുവദിച്ചു കൊടുക്കരുതെന്ന് ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞു. വളരെയധികം ഗവേഷണ പഠനങ്ങൾ നടത്തി വിശ്വസനീയമായ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണ് ചരിത്രം. അത് കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അക്കാദമിക് ആയിട്ടുള്ള ചരിത്ര പാഠപുസ്തകങ്ങളിൽ സാധാരണക്കാരെ ഇടപെട്ട് അവരുടെ ദുർബല വികാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജാത്യധിഷ്ഠിത സാമുദായിക സങ്കുചിത ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വാധീനം ഒരു കാലത്തും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. വസ്ത്രധാരണം നമ്മുടെ സാമൂഹിക മാറ്റങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നതിനെക്കുറിച്ചുള്ള പാഠത്തിലായിരുന്നു മാറുമറയ്ക്കൽ പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇതുൾപ്പെടെ കേരള ചരിത്രത്തിലെ കായിക ചരിത്രം, കാർഷിക പ്രക്ഷോഭങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പാഠഭാഗങ്ങളും ഒഴിവാക്കിയതിൽ ഉൾപ്പെടുന്നുണ്ട്. 2006-07 വർഷം മുതൽ പ്രാബല്യത്തിലുള്ള പാഠപുസ്തകം NCERTയാണ് തയ്യാറാക്കിയത്. അതേ പാഠപുസ്തകങ്ങളാണ് 2017-18 പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്നലെ അന്തരിച്ച ഗോവ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന മനോഹർ പരീക്കർക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. അല്പസമയത്തിനുള്ളിൽ പനാജിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നേതാക്കൾ ആദരാഞ്ജലി അർപ്പിച്ചു. BJP ഓഫീസിലെത്തിച്ച മനോഹർ പരീക്കറുടെ മൃതദേഹത്തിൽ സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. ശേഷം പൊതുദർശനത്തിനായി പനാജിയിലെ കലാ അക്കാദമിയിലേക്ക് മാറ്റി. രാഷ്ട്രീയത്തിന് അതീതമായി ഗോവയിലെ പൊതുസ്പീക്കരനായിരുന്ന പരീക്കർക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് ഗോവയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാതെ BJP നേതൃത്വം. പുതിയ സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്ത്. കോൺഗ്രസ് MLA-മാർ ഗവർണറെ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 3 നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ തുടങ്ങിയ 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 ലോക്സഭാ സീറ്റുകളിലേക്കും ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുമുള്ള വോട്ടെടുപ്പിന്റെ വിജ്ഞാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ മാസം 25 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടു. 3 ജവാന്മാർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ ഇന്ന് പുലർച്ചെ 5:30-ക്കാണ് പാകിസ്ഥാൻ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തത്. സുന്ദർബൻ മേഖലയിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. മിന്നൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ എടുത്ത കോടതിയലക്ഷ്യ കേസിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി 1 മാസത്തെ സാവകാശം അനുവദിച്ചു. കേസ് 1 മാസം കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ 6-ന് കേസ് പരിഗണിക്കവേ ഡീനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് ഷാനാണ് മരിച്ചത്. ഒരാഴ്ച മുന്നെയാണ് കുഞ്ഞിന് രോഗബാധ സ്ഥിരീകരിച്ചത്. ആദ്യം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഹമ്മദ് ഷാനെ പനി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം വെസ്റ്റ് നൈൽ പനിയിൽ ആശങ്ക വേണ്ടെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ശ്രീവരാഹത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അർജുൻ പോലീസ് പിടിയിൽ. ഒളിവിലായിരുന്ന പ്രതിയെ ഫോർട്ട് CIയുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത്. അർജുനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ വ്യാഴാഴ്ചയാണ് ശ്യാം എന്ന യുവാവ് കുത്തേറ്റ് മരിച്ചത്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കർണാടകത്തിലെ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അന്തരിച്ച കോൺഗ്രസ് MP MH അംബരീഷിന്റെ ഭാര്യ സുമലതയുടെ പ്രഖ്യാപനം. അംബരീഷിന്റെ പാരമ്പര്യം നിലനിർത്താനാണ് താൻ ജനവിധി തേടുന്നതെന്നും അവർ പറഞ്ഞു. മാണ്ഡ്യയിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രയായി മത്സരിക്കാൻ സുമലത തീരുമാനിച്ചത്.
ആദ്യഘട്ട പ്രചാരണത്തിൽ തന്നെ മലയോര ജനതയുടെ മനം കവർന്ന ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കാർഷിക തോട്ടം മേഖലകളിൽ മികച്ച സ്വീകരണമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ജോയ്സിന് ലഭിക്കുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പ്രചരണം ആരംഭിച്ചു. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, പീരുമേട്, തൊടുപുഴ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഇടത് സ്ഥാനാർത്ഥി സിറ്റിംഗ് MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. എല്ലാ ഘടകങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ആ ആളുകളുടെ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഹായവും ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വനിതാ പാർലമെന്റിന്റെ പിന്തുണയും പ്രചാരണ രംഗത്ത് ജോയ്സിന് കരുത്താണ്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണത്തിന് ഞായറാഴ്ച തുടക്കമായി. 100% ഈ പാർലമെന്റ് മണ്ഡലം ഐക്യമുന്നണിക്ക് അനുകൂലമാണ്. ഡീൻ PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. LDF സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് തുടക്കമായത്. ഇനി NDA സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമാകുന്നതോടെ മണ്ഡലത്തിൽ പ്രചാരണം കൂടുതൽ ശക്തമാകും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്.